ആച്ചിക്കൽ ഭാഗത്ത് കുടുക്കപ്പാറ ആച്ചിക്കൽ ഹരിജൻ കോളനികളെ അടിസ്ഥാനപ്പെടുത്തി 51% SC ആയിരിക്കണമെന്നുണ്ട്. അങ്ങനെയുള്ളടത്തെ ഇത് കിട്ടുള്ളൂ ഈ ഫണ്ട്. ഈ ഫണ്ടിൻ്റെ പേര് ARWSS എന്ന വാട്ടർ സപ്ലൈ സ്കീം. ഈ പദ്ധതി രൂപീകരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഉഴൂർ ബ്ലോക്കിൻ്റെ അതിർത്തിയിൽ ഈ അടുത്ത കാലത്ത് കിട്ടിയതിൽ ഏറ്റവും വലിയൊരു കേന്ദ്ര ഫണ്ടാണിത്. ഈ ഫണ്ട് കിട്ടിയിരിക്കുന്നത് അതായത് എനിക്ക് മൊത്തം കിട്ടിയത് 35 7 42.5 ലക്ഷം രൂപ. 35 ലക്ഷം രൂപ എന്ന് പറയുന്നത് 35 ലക്ഷം രൂപ ആച്ചിക്കൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു 8,8.5 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ എത്ര വരുന്നു? 43.5 ലക്ഷം രൂപ. അതുപോലെ തന്നെ പിന്നെ ഈ കൂട്ടത്തിൽ തന്നെ ഒരു 7.5 ലക്ഷം രൂപ മണ്ണക്കനാട് OLH കോളനിയിലും കിട്ടി. അത് ഇതുപോലെ തന്നെ പണി പൂർത്തിയാക്കിയ പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഇവർക്ക് വെള്ളം ഇത് തീവ്രയക്തമായിട്ട് വളരെ ത്വരിതഗതിയിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയതും പണി പൂർത്തിയാക്കിയതും. കണക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് താമസം വന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന വർഷകാലത്തിലേക്ക് നടന്നത്. മെയ് മാസം അവസാനമാണ് കണക്ഷൻ കിട്ടിയത്. ട്രാൻസ്ഫോർമർ അവിടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ട്രാൻസ്ഫോർമർ തന്നപ്പോൾ അതവിടെ ഫിറ്റ് ചെയ്യാനൊരു താമസം വന്നു. അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ത്വരിതഗതിയിൽ ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഏതായാലും മെയ് മാസം അവസാനം കണക്ഷൻ കിട്ടി. പക്ഷേ നമുക്ക് നല്ല മഴയായതിൻ്റെ പേരിൽ പിന്നെ പരിപാടികൾ ഉടനെ തന്നെ വെള്ളം ഡെലിവറി ചെയ്യാനുള്ള താമസം വന്നു. സ്വാഭാവികമായിട്ടും മഴക്കാലം വന്നതിൻ്റെ 3 മാസത്തെ. ഇനിയിപ്പോൾ അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സമിതി രൂപീകരിച്ചിട്ട് ഈ പറയുന്ന ഗുണഭോക്താക്കളെ, അതായത് കോളനികളെ രണ്ടിനെയും ബേസ് ചെയ്തുകൊണ്ട് സമിതി രൂപീകരിച്ചുകൊണ്ട് സമിതിയുടെ ചുമതലയിൽ അവർക്ക് കണക്ഷൻ കൊടുക്കാനാണ് ബ്ലോക്കിൻ്റെ തീരുമാനം. ബ്ലോക്കിനവിടെ അല്ലാതെ നേരിട്ട് ചെന്ന് നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സൗകര്യമില്ലല്ലോ. അതുകൊണ്ട് അവിടുത്തെ ഗുണഭോക്താക്കൾ, കുടിവെള്ളം ആവശ്യമുള്ളവരുടെ ആൾക്കാരുടെ എല്ലാം കൂടി സമിതിയെ ചുമതലപ്പെടുത്തുകയാണ്. ആ സമിതിക്ക് വേണ്ടപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സമിതിയുടെ തീരുമാനം, അതായത് ഈ പറഞ്ഞ രീതിയിൽ തന്നെ കുറച്ച് പൈസ അത് അവരിൽ നിന്ന്, അതായത് 2,500 രൂപയാണ് എൻ്റെ ഓർമ്മ, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. മുൻസിൽ എഴുതിയിട്ടിട്ടുണ്ട്. 2,500 രൂപ ഇതിൻ്റെ ഗുണഭോക്താക്കളിൽ നിന്ന്, ആവശ്യക്കാരിൽ നിന്ന്, അതായത് അവരുടേതായ ഒരു 25,000 രൂപയോ 30,000 രൂപ മറ്റുള്ളിടത്ത് പോലെ ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല, അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് 2,500 രൂപയും 51% ആൾക്കാരുണ്ടെങ്കിൽ ഇവർക്ക് കൊടുക്കണം എന്നുള്ള നിയമമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ, പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SC അല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂട്ടി വെച്ചോളാൻ പറഞ്ഞു. കാരണം SC വിഭാഗത്തിൻ്റെ ഒരു പ്രാമുഖ്യം അങ്ങനെയും കൂടി നമ്മൾ ചെയ്ത്, അങ്ങനെയാണ് മണ്ണക്കനാടിലും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കിത് വെള്ളം ഇങ്ങോട്ട് വെറുതെ കൊടുക്കണം എന്നുള്ള നിലയിൽ, കാരണം അവിടെ വെറുതെ കൊടുത്തിട്ട് ആരും പൈസ അടയ്ക്കുന്നില്ല. ഒരു 10, 100, 200 വീടുകൾക്ക് കൊടുക്കാവുന്ന വെള്ളമുണ്ട്. ഇവർക്കെല്ലാം വെറുതെ കൊടുക്കണമെങ്കിൽ മോട്ടർ അടിക്കാൻ ആൾ വേണം, മെയിൻ്റനൻസ് കാശ് വേണം, കറണ്ട് ചാർജ് വേണം. നാളെ കഴിയുമ്പോൾ 2 മാസം അല്ലെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോൾ പിന്നീട് ഒരു മോട്ടർ തന്നെ അധികം നമുക്ക് ആവശ്യം വരും. സ്റ്റെപ്പിന് എല്ലാ കുടിവെള്ള പദ്ധതിക്കും അഡീഷണൽ മോട്ടറുണ്ട്. അപ്പോൾ പണ്ട് ഇതിൻ്റെ അകത്ത് റേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എപ്പോഴാണ് ഒരു മോട്ടർ നഷ്ടം വരുന്നത്, അന്നെല്ലാം ബ്ലോക്കിൽ വരാനോ ബ്ലോക്കിൽ വന്നിട്ട് ഇതിൻ്റെ പദ്ധതി ചേർത്തിട്ട് പൈസ കൊടുക്കാനോ ഈ മോട്ടർ വാങ്ങിക്കൊടുക്കാനോ സാധിച്ചു എന്ന് വരികയല്ല. പെട്ടെന്ന് തന്നെ ഇന്ന് വേടായാൽ നാളെ നന്നാക്കാൻ പറ്റിയില്ലെങ്കിൽ അഡീഷണൽ മോട്ടർ വയ്ക്കുന്നൊരു സംവിധാനം വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ക്ലബ്ബ് ഉണ്ടായിരിക്കണം, ഇതിന് ചുമതലക്കാരുണ്ടായിരിക്കണം. അവിടെ നടക്കുന്ന കുടിവെള്ള പദ്ധതികൾ മുഴുവൻ അങ്ങനെയാണ്. ആ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് ഫണ്ട് അവർക്ക് പദ്ധതിക്ക് ഫണ്ട് റേസിങ് അത്യാവശ്യമാണ്. നല്ലൊരു ഫണ്ട് അവരുടെ കയ്യിലുണ്ടായിരിക്കണം.